മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ എല്ലാ ശ്രമങ്ങളും ചെയ്യുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. യോഗത്തിലും മോദിയുടെ മൗനത്തെ വിമർശിച്ചു പ്രതിപക്ഷം. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലും മണിപ്പൂർ കലാപത്തിൽ പ്രധാനമന്ത്രി നാളിതുവരെ തുടർന്ന മൗനമാണ് ചർച്ചയായത്. സംഘർഷം ആരംഭിച്ച അന്നു മുതൽ ഇന്നോളം പ്രധാനമന്ത്രിയോട് സ്ഥിതിഗതികൾ പറയുകയും മോദി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞാണ് അമിത്ഷാ മുഖം രക്ഷിക്കാൻ ശ്രമിച്ചത്. എന്നാൽ മണിപ്പൂർ വിഷയത്തിൽ കേന്ദ്രം പുലർത്തിയ നിഷ്ക്രിയത്വത്തിൽ വൻ പ്രതിപക്ഷ പ്രതിഷേധത്തിലാണ് സർവകക്ഷി യോഗം സാക്ഷിയായത്. 120 പേർ കലാപത്തിൽ കൊല്ലപ്പെട്ടെന്ന് മണിപ്പൂർ സർക്കാർ സ്ഥിരീകരിക്കുമ്പോഴും മോദി എന്തുകൊണ്ട് മൗനം തുടരുന്നുവെന്നും പ്രതിപക്ഷം വിമർശിച്ചു. 3000-ലധികം പേർക്കാണ് മണിപ്പൂരിലെ ഗോത്ര സംഘർഷത്തിൽ പരിക്കേറ്റത്. ജൂൺ 13-ന് ശേഷം ഒരു മരണം പോലും ഉണ്ടായിട്ടില്ലെന്നത് മണിപ്പൂരിൽ കേന്ദ്രം നടത്തുന്ന നിരന്തര ഇടപെടലുകൾ കൊണ്ടാണെന്നും അമിത്ഷാ വിലയിരുത്തി. എന്നാൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ മണിപ്പൂർ മുഖ്യമന്ത്രി ബീരേൻ സിംഗിന്റെ രാജി വേണമെന്ന് ആവശ്യപ്പെട്ടു. സംഘർഷം ഇല്ലാതാക്കുന്നതിൽ ബീരേൻ സിംഗ് പൂർണ്ണ പരാജയമാണെന്നും പലപ്പോഴും പക്ഷാപാതപരമായാണ് ഇടപെട്ടതെന്നും പ്രതിപക്ഷം സർവകക്ഷി യോഗത്തിൽ വിമർശിച്ചു. മണിപ്പൂരിനെ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് സമയം വേണമെന്നും എല്ലാ നിർദ്ദേശങ്ങളും തുറന്ന മനസ്സോടെ സ്വീകരിക്കുമെന്നും ഷാ വ്യക്തമാക്കി. കോൺഗ്രസ് നേതാവും മുൻ മണിപ്പൂർ മുഖ്യമന്ത്രിയുമായിരുന്ന ഓക്രാം ഇബോബി സിംഗ് എല്ലാ സായുധ സംഘങ്ങളെയും നിരായുധീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.